യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കരുണയുള്ള നല്ല പിതാവേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും പാപകരമായ ജീവിതം നയിക്കുന്ന എല്ലാ മക്കളുടെ മേലും കരുണയാകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പൂർവ്വികരുടെ മേൽ കരുണയാകണമേ. യേശുവേ, അങ്ങയുടെ തിരുനാമത്തെ വിളിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും സ്വർഗത്തിൽ നിന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കണമേ. പ്രഭാഷണ പുസ്തകം 39:22 അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം നദിയെന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ കൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഇന്ന് നമുക്ക് വേണ്ടി വചനം നൽകി പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്രഹാം കടിയക്കുഴിയച്ചനാണ്. കിങ് ജീസസ് മിനിസ്ട്രിയുടെ ആത്മീയ പിതാവായ അച്ഛൻ ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാൻ ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഫലപ്രദമായ ദിവ്യബലി അർപ്പണത്തിന് ഉതകുന്ന ഏതാനും നല്ല ചിന്തകൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമ്മൾ കാണുകയാണ്. ഒന്ന് ചേർന്ന് യാത്ര തിരിക്കുകയാണ്. നീ എനിക്ക് തീ കൂട്ടിയ ബലിപീഠം പോലെയായിരിക്കും. ഏശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. തീ കൂട്ടിയ ബലിപീഠം. എപ്രകാരമാണ് ആ തീ കൂട്ടിയ ബലിപീഠം നാം ഒരുക്കേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് തിരുവചനത്തിലൂടെ ഒരു പ്രാർത്ഥനാപൂർവം തീർത്ഥയാത്ര നടത്താം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫരീസയർ ഈശോയുടെ അടുക്കൽ വന്ന് അടയാളം ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ ഈശോ അവർക്ക് വേണ്ടി ഒരടയാളവും പ്രവർത്തിച്ചില്ല. ഹെറോദേസ് ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അവനിൽ നിന്നും ഒരടയാളവും അത്ഭുതവും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഹെറോദേസ് അവനെ കാണുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ ഇപ്രകാരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഞങ്ങളങ്ങേ കണ്ട് വിശ്വസിക്കുന്നതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് പ്രവർത്തിക്കുക?
ശിഷ്യന്മാരുടെ ചോദ്യം ഇതായിരുന്നു: ഞങ്ങൾ അങ്ങയെ കണ്ട് വിശ്വസിക്കുന്നതിന് എന്ത് അടയാളമാണ് അങ്ങ് ചെയ്യുക? എന്താണ് പ്രവർത്തിക്കുക? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ഈശോ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് പരിശുദ്ധ കുർബാന എന്നുള്ള വലിയ ഒരു അടയാളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗീയ അപ്പം നൽകിയത്, എൻ്റെ പിതാവാണ്. അവിടുന്ന് വീണ്ടും പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയാണ്: എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നത്രേ. ആ സ്വർഗീയ അപ്പം പരിശുദ്ധ കുർബാന. എങ്ങനെയാണ് ഒരു വിശ്വാസി ഫലപ്രദമായിട്ട് ഈ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് തീ കൂട്ടിയ ഒരു ബലിപീഠമാക്കി നമുക്ക് മാറ്റുകയും ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അത് ഈശോ തിബീരിയോസ് കടൽ തീരത്ത്, ഉത്ഥിതനായ ഈശോ തിബീരിയോസ് കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണ്. തിബീരിയോസ് കടലിന് വേറെ 2 പേരും കൂടെയുണ്ട്. അതിലൊരു പേരാണ് ഗലീലിയ തടാകം അല്ലെങ്കിൽ ഗനേസറത്ത് തടാകം. ഇതെല്ലാം ഒരേ തടാകം അല്ലെങ്കിൽ ഒരേ സ്ഥലം തന്നെയാണ്. ഉത്ഥിതനായ ഈശോ തിബീരിയസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഇതാണ്. 21-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശിഷ്യന്മാർ കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിന്മേൽ മത്സ്യം വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ ഈശോ എവിടെ നിന്ന് ഈ തീ കൂട്ടി? എവിടെ നിന്ന് ഈ വിറകുണ്ടാക്കി? എവിടെ നിന്ന് ഈ മീൻ പിടിച്ചു? എവിടെ നിന്ന് മാവ് കൊണ്ടുവന്ന് കുഴച്ച് അപ്പമുണ്ടാക്കി? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഈശോയ്ക്കെല്ലാം സാധ്യമാണ്. ഇത് ചിന്തിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർക്കുകയാണ്. ഈശോ പല പ്രാവശ്യം ഭക്ഷണമേശയിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. പെസഹ ഭക്ഷണമേശയിൽ ഈശോ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈശോ അല്ല ഭക്ഷണമേശ ഒരുക്കിയത്, ശിഷ്യന്മാരാണ് ഈശോയ്ക്ക് വേണ്ടി ഭക്ഷണമേശ ഒരുക്കിയത്. അവസാനത്തെ പെസഹായ്ക്ക് വേണ്ടിയിട്ട് ഈശോ പ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ പോകുമ്പോൾ സജ്ജീകൃതമായ ഒരു മാളിക മുറി കാണും, അവിടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കുക. അപ്പോൾ ഈശോ ഒരിക്കലും ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഭക്ഷണമേശ ഒരുക്കിയിട്ടില്ല. എന്നാൽ തിബീരിയോസ് കടൽ തീരത്ത് ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കിയ ആ ഭക്ഷണമേശ, അതിന് മെൻസ ക്രിസ്റ്റി, ഈശോയുടെ ഭക്ഷണമേശ എന്നാണ് അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക സഹായത്താൽ 18 പ്രാവശ്യം ആ സ്ഥലം കാണുവാനും പ്രാർത്ഥിക്കുവാനും ഈശോ എന്നെ അനുവദിച്ചത് നന്ദിയോടും സ്നേഹത്തോടും എളിമയോടും കൂടി ഞാൻ ഓർക്കുകയാണ്. ആ പാറയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കഞ്ചിക്കോടുള്ള റാണി എന്ന സഹോദരിയോടൊത്ത് ഒരിക്കൽ വിശുദ്ധനാൾ സന്ദർശിച്ച അവസരത്തിൽ ഈ തിബീരിയോസ് കടൽത്തീരത്തെ ഈ മെൻസ ക്രിസ്റ്റി എന്ന് വിളിക്കപ്പെടുന്ന ഉത്ഥിതനായ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് ഭക്ഷണമേശ ഒരുക്കിയ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം നൽകി ആ പാറയിൽ ഒരു വലിയ അടയാളം അന്ന് തമ്പുരാന് പ്രവർത്തിക്കുകയുണ്ടായി. ആ പാറ മുഴുവൻ സുഗന്ധാഭിഷേകം കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് കർത്താവ് ഒരു സന്ദേശം നൽകി: ഇവിടെയാണ് എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഞാൻ ഭക്ഷണമേശ ഒരുക്കിയത്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലം എപ്പോഴും സന്ദർശിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈശോ ഒരുക്കിയ ഭക്ഷണമേശയും സെഹിയോൻ ശാലയിലെ ആ പെസഹ ഭക്ഷണമേശയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈശോ തീ കൂട്ടിയ പാറയാണ്. അങ്ങനെയെങ്കിൽ ഏശയ്യ 29:2 പറയുന്നു: നീ എനിക്ക് തീ കൂട്ടിയ പാറ പോലെയായി മാറണം, നീ എനിക്ക്
തീ കൂട്ടിയ ഒരു ബലിപീഠമായി മാറണം. അങ്ങനെയെങ്കിൽ നമ്മൾ തുടർന്നുള്ള സമയങ്ങളിൽ ചിന്തിക്കുന്നത് എങ്ങനെ എനിക്കും നിങ്ങൾക്കും ഒരു തീ കൂട്ടിയ ബലിപീഠമായി മാറാൻ സാധിക്കും, എങ്ങനെ ഫലപ്രദമായ ഒരു ദിവ്യബലി അർപ്പണത്തിന് ഈ ചിന്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ അത് ഫലപ്രദമായിട്ട് ബലിയർപ്പണത്തിന് സഹായമായി തീരും. ആ ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ ഭൂമിയിൽ തീ ഇടാനാണ് വന്നിരിക്കുന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ. നമുക്കറിയാം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്നാൽ ഈശോയുടെ ഈ വലിയ ആഗ്രഹം, ഇത് ഞാനും നിങ്ങളും തീ കൂട്ടിയ ഒരു ബലിപീഠമായി തീരുവാനായിട്ടുള്ള ഈശോയുടെ ആഗ്രഹമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ഈ ആശയത്തിലേക്ക് വരുവാനായിട്ടാണ് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നത്. ബലിപീഠത്തിൽ തീ കത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബലിപീഠമുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ബലിപീഠത്തിൽ വിറകുമുണ്ടായിരിക്കണം. ബലിപീഠമുണ്ടായിരിക്കണം, വിറകുണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ തീ കൂട്ടിയ ബലിപീഠത്തിന് വളരെയേറെ ആവശ്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയ പ്രവാചകന്മാരെയാണ്. ഇത് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് പിതാവായ അബ്രാഹത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രാഹാം ബലി അർപ്പിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ബലി എന്ന് പറയുമ്പോൾ മകൻ ഇസഹാക്കിനെ മോറിയ മലയിൽ ബലി അർപ്പിച്ച ബലിയല്ല. അതിനു മുമ്പായി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ഒരു ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടാട്, ചെങ്ങാലി, പ്രാവ്. ഇതിനെ നടുവെ പിളർന്ന് മരുഭൂമിയിൽ ബലിക്കായി കാത്തിരിക്കുന്ന അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു: സൂര്യൻ അസ്തമിക്കുകയും അന്ധകാരം വ്യാപിക്കുകയും ചെയ്തപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ട കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ആദ്യമായി സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയ പ്രവാചകൻ പിതാവായ അബ്രാഹാം. അതുപോലെ തന്നെ മോശ പല പ്രാവശ്യം ബലി അർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ അഹറോൻ ആദ്യമായി ബലി അർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ബലിപീഠത്തെ ദഹിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. 1 രാജാക്കന്മാർ 18-20 മുതലുള്ള തിരുവചനങ്ങളിൽ ഏലിയ പ്രവാചകൻ ജെസബൽ രാജ്ഞി പോറ്റി വളർത്തുന്ന ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും അഷേറായുടെ 400 പ്രവാചകന്മാരെയും, അങ്ങനെ 850 പ്രവാചകന്മാർ ഒരു സൈഡിൽ, ജനം വേറൊരു സൈഡിൽ, കർത്താവിൻ്റെ അഭിഷിക്തനായ ഏലിയ മാത്രം ഒറ്റയ്ക്ക്. ബലിയർപ്പണമാണ്. ഒരു വ്യവസ്ഥ മാത്രം: ബലി വസ്തുവിൽ തീ കൊളുത്തരുത്. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. ഇതാണ് വ്യവസ്ഥ. ആദ്യം 850 പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ബാലിൻ്റെ പുരോഹിതന്മാർ ബലി അർപ്പിക്കുന്നു. അവർക്ക് കൊടുത്ത സമയമെല്ലാം തീർന്നിട്ടും അഗ്നി ഇറങ്ങിയില്ല. അതിനുശേഷം ഇതാ ഏലിയ പ്രവാചകൻ ബലിപീഠം കേടുപോക്കുന്നു. യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് ആ കല്ലുകൾ കൊണ്ട് അവർ കർത്താവിന് ഒരു ബലിപീഠമുണ്ടാക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏലിയ പ്രവാചകൻ ബലിപീഠം പണിതപ്പോൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് 12 കല്ലുകൾ കൊണ്ട് ബലിപീഠമുണ്ടാക്കി. പിന്നീട് ആ ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ വെച്ച ശേഷം 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവാൻ അവൻ നിർദ്ദേശിച്ചു. അങ്ങനെ 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 12 കുടം വെള്ളം,
ആ ബലിവേദിയിലേക്ക് ഒഴിച്ചു. ആ ബലിപീഠത്തിന് ചുറ്റും വലിയ ചാലുകൾ തീർത്തു. അങ്ങനെ ചാലുകൾ നിറഞ്ഞൊഴുകി. കാരണം തീ കൊളുത്തരുത് വ്യവസ്ഥയാണ്. അവിടെ എങ്ങും തീയില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ അപ്രകാരം ചെയ്തത്. അതിനുശേഷം പ്രവാചകൻ കൈകൾ ഉയർത്തി ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ബലിപീഠവും ബലിവസ്തുക്കളും ദഹിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലവും 18 പരം പ്രാവശ്യം പോയി കാണുവാനും പ്രാർത്ഥിക്കുവാനും, അതോടൊപ്പം തന്നെ ഏലിയ പ്രവാചകൻ താമസിച്ച ആ ഗുഹയിൽ പല പ്രാവശ്യം പോയി പ്രാർത്ഥിക്കുവാനും സാധിച്ചത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമാക്കി അവർ കരുതി. ബലിപീഠത്തെയും ബലിയർപ്പണത്തെയും നിസ്സാരമായി കരുതുന്നത് ഗൗരവമുള്ളൊരു പാപം തന്നെയാണ്. 1 സാമുവേൽ 2:17 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായിരുന്നു. അത്ര അശ്രദ്ധയോടുകൂടിയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, സാബദാചരണം, ഞായറാഴ്ച കുർബാന, ദീപബലിയോടുള്ള ഒരു മടുപ്പ്, ഉദാസീനത, ഇതൊക്കെ തമ്പുരാൻ വളരെ ഗൗരവമായി തന്നെ വീക്ഷിക്കും, പരിഗണിക്കും എന്നതിൻ്റെ തിരുവചനമാണ് ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ സങ്കടത്തോടുകൂടി മലാക്കി 1:10 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കുവാൻ ആരെങ്കിലും അതിൻ്റെ കവാടമൊന്ന് അടച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ രോദനമാണ്. എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കുവാൻ ആരെങ്കിലും അതിൻ്റെ കവാടം ഒന്ന് അടച്ചിരുന്നുവെങ്കിൽ. അങ്ങനെയെങ്കിൽ ഫലപ്രദമായി ബലി അർപ്പിക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ വ്യാജമായി ബലി അർപ്പിക്കുന്നവരുമുണ്ട്. യാതൊരു സംശയവുമില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ ഇടവക ദേവാലയത്തിലേക്കൊന്ന് കടന്നു വരൂ. അവിടെ കുർബാന പുസ്തകമൊക്കെ എടുത്ത് ആ ബലിയിൽ പങ്കെടുക്കുന്ന ഒരുപിടി ആൾക്കാരെ കാണാൻ സാധിക്കും. എന്നാൽ തൂണും ചാരി, ഭിത്തി ചാരി, അല്ലെങ്കിൽ പകുതി കുർബാന കണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മാസികയും വായിച്ച്, അല്ലെങ്കിൽ 100 ചിന്തയും പല വിചാരവുമായിട്ട് കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ബൈബിൾ പറയുന്നു, മലാക്കി 1:10 പറയുന്നു: എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കുവാൻ ആരെങ്കിലും അതിൻ്റെ കവാടമൊന്ന് അടച്ചിരുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ചിന്തയിൽ എങ്ങനെയാണ് ബലിപീഠം പണിയേണ്ടതെന്നും എങ്ങനെയാണ് അവിടെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബലിപീഠമായി തീരേണ്ടതെന്നും നമുക്ക് കടന്നു വരാം ആ ചിന്തയിലേക്ക്. ഇത് പറയുമ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാനയുടെ ആമുഖത്തിൽ ഒരു ഗാനം ഇപ്രകാരമുണ്ട്: അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ആമുഖത്തിലെ ഗാനത്തിൽ വിശ്വാസികൾ അറിഞ്ഞോ അറിയാതെയോ പാടുന്ന ഒരു പാട്ടാണ്. നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ബലിപീഠം ഞാൻ ഒരുക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരുക്കം ഒരു ദൈവ പൈതൽ വ്യക്തിപരമായിട്ട് ഒരുക്കുക തന്നെ ചെയ്യണം. ഇന്ന് പലപ്പോഴും ദേവാലയത്തിലെ ബലിപീഠത്തിലെ ആ കാഴ്ച കണ്ടേച്ചും പോകുന്നവർ, അതുകൊണ്ടാണ് കുർബാന കണ്ടേച്ചും പോകുന്നവരാണ് ഇന്ന് നല്ല ശതമാനം ആൾക്കാർ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അതല്ല, നീ ഒരു ബലിപീഠമായി തീരണം. ഒരു ബലിപീഠം നീ പുതിയത് പണിയുക തന്നെ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാൻ പലപ്പോഴും ഓർത്തു പോയിട്ടുണ്ട്, ആ കുർബാനയുടെ ആമുഖ ഗാനം എത്രയോ അർത്ഥസമ്പുഷ്ടമാണ്. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അതെ, ആ പീഠം നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് എസെക്കിയേൽ 5:4 പറയുന്നു: അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിച്ചു. ഞാൻ പറയും, ഇടവക ദേവാലയത്തിലെ അൾത്താരയിൽ നിന്നും ഒരഗ്നി പുറപ്പെട്ട് വിശ്വാസികളാകുന്ന ഓരോ വിശ്വാസികളുടെയും ബലിപീഠത്തിലേക്ക് വ്യാപിച്ചു. എസെക്കിയേൽ 5:4. അപ്പോൾ അത് പൂർത്തിയാകും. അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിച്ചു, എല്ലാ ദൈവമക്കളിലേക്കും ആ അഗ്നി വ്യാപിച്ചു. അങ്ങനെയെങ്കിൽ അൾത്താരയിലെ ആ ബലിപീഠത്തിലെ അഗ്നി കണ്ടിച്ചും പോകുന്നവരാകരുതേ. നാം ഒരു ബലിപീഠം വ്യക്തിപരമായിട്ടുണ്ടാക്കണം.
അതോടൊപ്പം തന്നെ ആ ബലിപീഠത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക തന്നെ ചെയ്യണം. എങ്കിൽ നമ്മുടെ ദൈവബലി അർപ്പണം കുറേ കൂടെ കർത്താവിന് സ്വീകാര്യവും ഹൃദ്യവുമായി തീരും, യാതൊരു സംശയവുമില്ല. മോൻ്റെ കാലിന് എന്ത് പറ്റിയടാ? ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിപ്പോൾ ഫുട്ബോൾ കളിച്ച് വീണ കല്ലിൻ്റെ പുറത്ത് വീണ് മുട്ടിൻ്റെ ചിരട്ട തെന്നിപ്പോയി. എന്നിട്ട് ഒരു സർജറി ചെയ്തു. സർജറി ഒരു ഡോക്ടർ പറഞ്ഞു ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് പഴയ പോലെ ഓടിയാൻ ചാടിയൊക്കെ പറ്റും. ഞാൻ ഓടി പിന്നെയും തെന്നിപ്പോയി. ഇപ്പം ഓടുമ്പോൾ ഓടാൻ പറ്റത്തില്ല. വെയിറ്റൊക്കെ എടുക്കുമ്പോൾ കാല് വളഞ്ഞു പോകും. ഏത് കാലം മോന് പ്രയാസം? ഇടത് കാലം വീണിട്ട് ഇടിച്ച് മുട്ട് തെന്നിപ്പോയതാ? മുട്ട് തെന്നിപ്പോയ MBFL ലിഗമെന്റ് ആയിരുന്നു. അത് പൊട്ടി രണ്ടാം സർജറി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓടി തുടങ്ങി കളി തുടങ്ങിയപ്പോൾ പിന്നെ പൊട്ടി. ACL ലിഗമെന്റ് പൊട്ടിയെന്നാ പറഞ്ഞേ. അപ്പോൾ പിന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. യേശു നിന്നെ സൗഖ്യമാക്കും കേട്ടോ, ഉറപ്പാണ് സൗഖ്യം. മോനിപ്പോൾ എന്നെ പഠിക്കുന്നത്? ഞാനിപ്പോൾ ജോലി ചെയ്യാണ്. ഞാൻ ഓട്ടോമൊബൈൽ കമ്പനി BMW വർക്ക് ചെയ്യും. എവിടെ വീട്? വീട് ആലപ്പുഴ. പേരെന്താ പറയുക? സാമുവലിൻ്റെ അവന് സങ്കടമുണ്ട്. ഈ കാൽമുട്ട് തെന്നിയിട്ട് അല്ലേ, ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണല്ലേ ഇടത് കാൽമുട്ട്. ഈശോ സൗഖ്യം തരുമോ? സൗഖ്യം തരും, ഉറപ്പാണ്. ഉറപ്പാണ് ഈശോ സൗഖ്യം തന്നു കഴിഞ്ഞു. ഈ മോന് വേണ്ടി ഇവൻ്റെ ഹൃദയത്തിലെ സങ്കടമൊക്കെ ഒന്ന് പോകാനും കർത്താവൊന്ന് തൊടാൻ വലതുകര പിടിച്ചൊന്ന് സ്തുതിച്ചെല്ലാവരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയിൽ കാൽമുട്ടുകൾ ജോയിൻ്റ് ആവട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ് ബി ഹീൽഡ്. യേശുവിൻ്റെ നാമത്തിൽ. യേശയ്യ 58:11 കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. എസെക്കിയേൽ പ്രവാചകൻ അസ്ഥികൾ പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു കിരികിരാ ശബ്ദം കേട്ടു. കാലുറപ്പിച്ച് പഠിക്കേ. ഹല്ലേലൂയ. ഉറപ്പിച്ച് പഠിക്കേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ മുട്ട് യഥാസ്ഥാനത്താവട്ടെ. ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ കാൽമുട്ട് ഇനി ഊരിപ്പോവത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചലിപ്പിച്ച കാല്, മറ്റേ കാൽ ഇവിടെ ചലിപ്പിച്ചേ. ചലിപ്പിച്ചേ. ചാടിക്കേ, പൊങ്ങി ചാടിക്കേ. ഹല്ലേലൂയ. ഇവിടെ ഓടാൻ പ്രയാസമായിരുന്നു അല്ലേ? ഓടിയാ തെന്നി വീഴുമായിരുന്നു. ഇവൻ വീഴുവോ? ഓടിക്കോ മോനെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. The name of Jesus. Jesus is alive. Jesus is alive. Jesus is alive. Jesus is alive. അവൻ ഇവിടെ ഉണ്ട്. ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു തൊള്ളി സ്പീഡിൽ പോലും എനിക്ക് ഓടാൻ പറ്റത്തില്ല. ഞാൻ അപ്പം തന്നെ കമന്നിടുമായിരുന്നു. പിന്നെ സർജറി ചെയ്ത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ അത്ര താല്പര്യമായിരുന്നു. അതുകൊണ്ട് സർജറി ചെയ്തിട്ട് എന്നോട് എല്ലാവരും പറഞ്ഞ് ഇനി കളിക്കരുത്. പക്ഷേ ഞാൻ പിന്നെയും കളിച്ചു. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് കളിച്ചു. പിന്നെയും വീണു. എന്നിട്ട് ഞാനിപ്പോൾ ലീവ് തരത്തില്ല, അന്ന് ജോലിയിൽ നിന്ന് ലീവ് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാലിന് വേന ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. എനിക്കറിയാമായിരുന്നു ഏറ്റവും വലിയ ഡോക്ടർ ഇവിടെ തന്നെ ഉള്ളതെന്ന്. ഞാൻ ഒരിടത്തും പോയില്ല, നേരെ ഇങ്ങോട്ട് വന്നു. സാമുവലിന് സന്തോഷമായോ? സാമുവലിന് സന്തോഷമായി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്ന് സാവധാനം നടുമ്പോൾ തന്നെ അടിച്ചു വീഴുന്ന ആളാണ് കാലല്ലേ മനെ. കാല് തെന്നി മുട്ടു തെന്നി വീഴുന്ന ആളാണ്. തലയിലൊരു വെട്ടല പെട്ടെന്ന് വെട്ടുമ്പോഴത്തേക്കും കാലിങ്ങനെ കമന്ന് നടക്കുക. എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കറിയാം, എന്നെ സെക്കൻഡ് ഇയർ എല്ലാവരും പൊക്കിക്കൊണ്ടായിരുന്നു കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടാണ് സർജറി ചെയ്ത് സുഖമായി. പിന്നെ വീണു. പിന്നെ ഞാൻ സർജറി ചെയ്യുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് തന്നെ മാറണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. ഉണ്ടോ? സാമുവേലിനെ കർത്താവ് തൊട്ടു. ഈശോയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ഇതൊരു അത്ഭുത സൗഖ്യമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. യേശു ആണ് ഇത് ചെയ്യുന്നത്. പ്ലീസ് എന്നും സാക്ഷിയായിരിക്കണം കർത്താവിൻ്റെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ഞാനിവിടെ വന്ന് ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ ഇങ്ങനെ പോലെ കാലിന് വയ്യായിരിക്കുമോ മുട്ടിന് വയ്യായിരിക്കുമോ? അപ്പോൾ ബ്രദർ പറഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു സർജറി ചെയ്യാനാണോ ഒരുങ്ങണ്ടേന്ന് ചോദിച്ചു. അല്ല, നാളെ നീ സ്റ്റേജ് വരും, നാളെ നിന്നെ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ക്യൂവിൽ നിന്ന് ഇവൻ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു കർത്താവ് നിനക്ക് നാളെ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. നീ നാളെ വന്നു വെച്ചാൽ എന്നുണ്ട് സ്റ്റേ കയറ്റുന്നു. ആട്ടുമനെ ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആരിലും വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ ആരിലും വലിയവൻ സൗഖ്യദായകൻ
പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു